പുക പുക കുശല തിടി ആടി പാടി
इहत्तिल जादनाय मेरे सूरज
ആഘോഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. എന്നാൽ എല്ലാ ആഘോഷങ്ങൾക്കും ഒടുവിൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം സന്തോഷങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ വർഷം നന്നായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വചനം. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ക്രിസ്മസ് എന്നത് കുറച്ച് ബദ്ധപ്പാടുകളുടെ ഒരു സന്തോഷമാണ്. ബദ്ധപ്പാടുകളിലൂടെയാണ് നമ്മൾ യഥാർത്ഥമായൊരു സന്തോഷത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കേണ്ടതെന്നതാണ് ക്രിസ്മസിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തുകൾ. ഇന്ന് ലോകത്തിൽ പല രീതിയിൽ തിരക്കുകൾക്കിടയിൽ പലതും നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ ബദ്ധപ്പാടുകൾക്കിടയിൽ നമ്മൾ പലതും പൂർത്തിയാക്കാനായിട്ട് കഴിയാതെ ജീവിതം ഫലശൂന്യമായി പോകുന്ന ഒരു അനുഭവമാണ് ക്രിസ്മസിന് അർത്ഥവത്താക്കി തീർക്കാതെ അതിൻ്റെ അർത്ഥം കെടുത്തി കളയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ബദ്ധപ്പാടുകൾക്കിടയിൽ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത്? ഇവിടെ ഇടയന്മാരെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ വലിയ തിരക്കുകളുണ്ട്, ജോലി കൊണ്ടുള്ള ഭാരങ്ങളുണ്ട്, ഉറക്കത്തിൻ്റെ കുറവുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ആ ബദ്ധപ്പാടുകളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം അവരോട് പറഞ്ഞ വലിയൊരു കാര്യം ചെന്ന് കാണുന്നതിന് അവരാഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ കുറച്ച് ബദ്ധപ്പാടുകൾ നമ്മൾ ഏറ്റെടുക്കണം, കുറച്ച് റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ കാണാനായി ആഗ്രഹിക്കുന്ന ചിലരുണ്ടാകും, നമ്മൾ പോയി കാണേണ്ടതായിട്ടുള്ള കുറച്ചുപേരുണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ കുറച്ച് ബദ്ധപ്പാടുകൾ എടുത്ത് നമ്മൾ പോകണം. നമ്മെ സ്നേഹിക്കാനായി ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി കുറച്ച് ബദ്ധപ്പാടുകൾ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ കുറച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനൊടുവിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈസി ആയിട്ട് നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് കഴിയത്തില്ല. കഠിനമായ പരിശ്രമങ്ങൾക്കും കഠിനമായ ത്യാഗങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് യഥാർത്ഥമായ ഒരു പീസ്ഫുൾ മൈൻഡും അതിനപ്പുറമായിട്ടുള്ള ഒരു ക്രിസ്മസിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് കിട്ടുന്നത്. തിരക്കുകളും ജീവിതഭാരവുമൊക്കെ വഹിക്കുന്ന ഇടയന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് എത്ര ബദ്ധപ്പാടുകളുണ്ട് എങ്കിലും കർത്താവായ യേശുവിൻ്റെ ആ തിരുമുഖം കാണാനായിട്ട് നമ്മുടെ ബദ്ധപ്പാടുകൾ നമുക്ക് തടസ്സമായി തീരരുത്. യേശുവിനെ കാണാനായിട്ട് വന്ന 3 വിദ്വാൻമാരുണ്ട്. ദീർഘദൂര യാത്രയാണ് അവർക്ക് ചെയ്യേണ്ടിയിരുന്നത്. ആ യാത്രകളൊക്കെ ചെയ്ത് പലയിടങ്ങളിലും അന്വേഷിച്ച് വളരെ ബന്ധപ്പെട്ടാണ് അവരും യേശുവിൻ്റെ അരികിൽ 3 മനോഹരമായ സമ്മാനങ്ങൾ സമർപ്പിക്കുന്നത്. കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഈസി ആയിട്ട് എളുപ്പമായിട്ട് നമുക്കൊരിക്കലും ദൈവസന്നിധിയിലേക്ക് വന്ന് ക്രിസ്മസിൻ്റെ സന്തോഷമൊന്നും അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മളിന്ന് നോക്കുമ്പോൾ ക്രിസ്മസ് എന്നത് കുറേ ആഘോഷങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാനോ മറ്റുള്ളവരുടെ ബദ്ധപ്പാടുകളിലേക്ക് എത്താനോ ഒന്നും നമുക്ക് സമയം കിട്ടാറൊന്നുമില്ല. കർത്താവ് ജനിക്കുന്ന സമയത്ത് വിദ്വാൻമാർ ഹെരോദ രാജാവിനെ കാണാനായിട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഹേരോദാവ് ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുകയാണ്, വളരെ വേഗത്തിലെടുക്കുന്ന ഒരു ഡിസിഷൻ. പലപ്പോഴും നമ്മൾ വളരെ വേഗത്തിൽ ബന്ധപ്പെട്ടെടുക്കുന്ന ഡിസിഷൻസ് പലരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിട്ട് മാറാറുണ്ട്. അങ്ങനെ ഹേരോദാവ് ബന്ധപ്പെട്ടെടുത്ത ഒരു ഡിസിഷനാണ് അവിടെ ഉണ്ടായിരുന്ന ധാരാളം കുഞ്ഞുങ്ങളെ ജീവൻ തകർത്ത് കളയുന്ന കൊല്ലുന്ന രീതിയിലേക്ക് എത്തിച്ചത്. ആ ഒരു ഡിസിഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ബന്ധപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമ്മെ തകർച്ചകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഇടയന്മാർ ബന്ധപ്പെട്ടെടുത്ത തീരുമാനം ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. വേഗത്തിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടാലും അത് ക്രിസ്തുവിന് വേണ്ടിയാകണം. ആ തീരുമാനത്തിനൊടുവിൽ അവർ എത്തിച്ചേരുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്. ആ യാഥാർത്ഥ്യം എന്നത് അവർ ഉൾക്കൊണ്ട വലിയൊരു സന്തോഷമായിരുന്നു. എല്ലാ തിരക്കുകൾക്കും അപ്പുറം യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ അപ്പനുണ്ട്. അത് കഴിഞ്ഞ് യേശുവിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്. എല്ലാ ബദ്ധപ്പാടുകൾക്കൊടുവിലും എല്ലാ ജീവിത തിരക്കുകൾക്കൊടുവിലും കർത്താവിലേക്ക് എത്തുവാൻ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ്. എന്നാൽ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സാന്റാക്ലോസും അതിലുപരിയായി നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെ മുന്നിൽ പ്രതികൂലങ്ങളായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൂട്ടുന്നതായിരിക്കും, നമ്മുടെ തിരക്കുകളും ബദ്ധപ്പാടുകളും ഒക്കെ മറ്റാഘോഷങ്ങളിൽ പങ്കുചേരുന്നതായിരിക്കും. ഈ എല്ലാ ആഘോഷങ്ങളെക്കാളും അപ്പുറം നമുക്ക് ബന്ധപ്പെട്ടെത്തേണ്ടത് കർത്താവ് യേശുവിൻ്റെ തിരുമുഖം കാണേണ്ടതാണ്. ആ തിരുമുഖം കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്തോഷം നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ആ സന്തോഷം ക്രിസ്തുവിൻ്റെ മുഖം ഈ ക്രിസ്മസിൽ നമുക്ക് കണ്ട് എല്ലാ ജീവിതത്തിലെ ബദ്ധപ്പാടുകൾക്കിടയിലും തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. വചനം പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇടയന്മാരുടെ മുഖങ്ങൾ അന്നു മുതൽ ശോഭിക്കുകയാണ്. നമ്മുടെ മുഖങ്ങൾ ശോഭിക്കട്ടെ, ക്രിസ്തുവിനെ കണ്ടെത്താം, ക്രിസ്തുവിൻ്റെ
ക്രിസ്തുവിൻ്റെ വാഹകരാകാം. അങ്ങനെ ഈ ക്രിസ്മസ് ആനന്ദകരമാക്കാം. എല്ലാവർക്കും എല്ലാ ക്രിസ്മസ് ആശംസകളും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.